ശ്രീ പി കെ കൃഷ്ണദാസ്, താങ്കൾക്ക് തുടരാം. അതായത് ഇപ്പം ഇന്ന് ഗവർണർ അദ്ദേഹം നിയമസഭയിൽ നിർവഹിച്ചത് തന്നിൽ അർപ്പിതമായിട്ടുള്ള ഭരണഘടനാ ബാധ്യത അത് നിറവേറ്റി. 1 മിനിറ്റ് 18 സെക്കൻഡ് കൊണ്ട് അതിന്റെ ആദ്യ അവസാന ചില വരികൾ വായിച്ചുകൊണ്ട് അദ്ദേഹം ഭരണഘടനാപരമായി നിർവഹിച്ചു. അദ്ദേഹം ഭരണഘടനയിൽ വിശ്വാസമുള്ള ആളാണ്. അത് കുന്തവും കുടച്ചക്രവുമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളല്ല. അതുകൊണ്ട് അദ്ദേഹം ഭരണഘടനാ ബാധ്യത നിർവഹിച്ചു. 2, ഈ നയരഹിതവും ജനവിരുദ്ധ ഈ ഗവൺമെന്റിന്റെ സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിച്ച പിണറായി സർക്കാരിനെ പാടിപ്പുകഴ്ത്താതിരിക്കുക വഴി അദ്ദേഹം ജനങ്ങളോടുള്ള ബാധ്യതയും അദ്ദേഹം നിറവേറ്റിയിരിക്കുന്നു. അത് ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള ആളാണ്. അതുകൊണ്ട് ഈ നയരഹിതമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഈ ഗവൺമെന്റിനെ പാടിപ്പുകഴ്ത്തുക എന്നുള്ളത് അത് ജനങ്ങളോട് ചെയ്യുന്ന വലിയ അപരാധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ഭാഗം ഒഴിവാക്കിയിട്ടുള്ളത്. സത്യത്തിൽ ഗവർണർ ചെയ്ത ഉചിതമായ നടപടിയാണെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. മാത്രമല്ല, ഈ ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം നടത്തിക്കുന്നതിനേക്കാൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഒരു ധവളപത്രം പുറപ്പെടുവിക്കുകയാണ്. ഒരു നഞ്ച് വാങ്ങാൻ പോലും നയ പൈസയില്ലാത്ത, ഇവിടെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതെ ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഗവൺമെന്റ് മാത്രമല്ല MT വാസുദേവൻ നായരെ പോലെ, M മുകുന്ദനെ പോലെ, സച്ചിദാനന്ദനെ പോലെ ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന സാഹിത്യകാരന്മാർ പോലും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെന്റ് ഒരു ധവളപത്രമാണ് ജനങ്ങളുടെ മുന്നിൽ പുറപ്പെടുവിക്കേണ്ടത്. അതിനാണ് തയ്യാറാകേണ്ടത്. മറ്റൊന്നുകൂടി പറയാനുള്ളത്, ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവർണർക്കെതിരായുള്ള വിമർശനം ഏറ്റുപാടിയിരിക്കുകയാണ്, ആവർത്തിച്ചിരിക്കുകയാണ്. അതായത് ഗവർണർ ഇന്ന് നിയമസഭയെ അപമാനിച്ചു എന്നാണ് VD സതീശൻ പറയുന്നത്. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ ഉറക്കുന്ന ഒരു താരാട്ടുപാട്ടാണ് VD സതീശന്റെ ഭാഗത്തുണ്ടായത്. അതായത് അണിയറയിൽ മാത്രമുണ്ടായിരുന്ന IND എന്ന അവിശുദ്ധ സത്യം കേരളത്തിൽ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു, അണിയറയിൽ നിന്നും അരങ്ങത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് VD സതീശന്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ പ്രധാനമന്ത്രിയുടെ സമീപകാലത്തുള്ള കേരള സന്ദർശനം, അതേപോലെ തന്നെ ഈ സന്ദർശനം മോദി ഗ്യാരണ്ടിയിൽ മലയാളികൾ വിശ്വസിക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ സാഹചര്യം, ഇതെല്ലാം കണ്ടുകൊണ്ട് ഒറ്റക്കെതിർക്കാൻ BJPയും NDAയും ഒറ്റക്കെതിർക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഈ IND സഖ്യം ഇതാ കേരളത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഇന്ന് അത് ഗവർണറുടെ ചെലവിലാണെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ. ശ്രീ പി കെ കൃഷ്ണദാസ്, ഇവിടെ പ്രതിപക്ഷത്തിന്റെ റോൾ എന്താണോ സംസ്ഥാനത്ത്, അതാണിപ്പോൾ ഗവർണർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ജനങ്ങൾ എന്താണോ പ്രതിപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രതിപക്ഷത്തിൽ നിന്നുണ്ടാകുന്നു. അതേസമയം തന്നെയാണ് ഈ തുറന്നു പറയേണ്ടത്, അത് തുറന്നു പറഞ്ഞുകൊണ്ട് ഗവർണർ മുന്നോട്ട് പോകുന്നു. അത് തീർച്ചയായിട്ടും കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ളത് ഭരണപക്ഷത്തിന്റെ ഭാഗമാണ്. IND സഖ്യത്തിലെ പ്രധാന ഘടകകക്ഷിയായ CPMന്റെ നേതാവാണ് മുഖ്യമന്ത്രി. IND സഖ്യത്തിലെ മറ്റൊരു ഘടകകക്ഷിയായ കോൺഗ്രസിന്റെ നേതാവാണ് പ്രതിപക്ഷ നേതാവ്. ഒരേ മുന്നണിയിലെ 2 നേതാക്കളാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ്. എന്ത് പ്രതിപക്ഷം? ഇത് ഭരണപക്ഷത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി സത്യത്തിൽ ചെയ്യേണ്ടത് ഈ VD സതീശനെ ഉപമുഖ്യമന്ത്രിയാക്കിയിട്ട് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യേണ്ടത്. അതായിരിക്കും രാഷ്ട്രീയ രംഗത്ത് അവർക്ക് കാണിക്കാനുള്ള സത്യസന്ധത. പക്ഷേ ഗവർണർ അദ്ദേഹം സ്വതന്ത്രവും നിർഭയവുമായിട്ട് അനീതികൾക്കെതിരെ, അധാർമികതയ്ക്കെതിരെ അദ്ദേഹം ശക്തമായി പ്രതിഷേധിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അധാർമികതയുടെയും ആസരികതയുടെയും മൂർത്തിഭദ്രമായ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടാവുന്നത് യാദൃശ്യം മാത്രമാണ്. അത് സ്വാഭാവികം മാത്രമാണ്. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. തിരുത്താൻ ഗവൺമെന്റാണ് തയ്യാറാക്കേണ്ടത്. വളരെയധികം നന്ദി ശ്രീ പി കെ കൃഷ്ണദാസ്, ഈ സമയം നമ്മളോട് പ്രതികരിച്ചതിന്.